വിശിഷ്ടാദ്വൈതത്തിന്റെ ആചാര്യന്മാരിൽ ഒരാളാണ് ശ്രീ രാമാനുജർ. രാമാനുജർ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുദൂർ എന്നുള്ള ഒരു ക്ഷേത്രത്തിൽ അവതരിച്ച ഒരു മഹാനാണ്, വൈഷ്ണവ സമ്പ്രദായ മഹാനാണ്. ഈ രാമാനുജർ യാദവ പ്രകാശർ എന്നുള്ള ഒരു ആചാര്യന്റെ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി, എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനിയാണ് സ്പിരിച്വൽ ഗുരുവെ തേടി അദ്ദേഹം പോകുന്നത്. അദ്ദേഹം പോയപ്പോ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത ഒരു മഹാനുഭാവനാണ് പെരിയ നമ്പി എന്നുള്ള ഒരു മഹാത്മാ. ആ പെരിയ നമ്പിയെ ഒരു സ്ഥലത്തിൽ കണ്ടെത്തി ഇദ്ദേഹത്തെ എന്റെ ഗുരുവാക്കണം എന്ന് രാമാനുജാചാര്യർ ആദ്യം ചിന്തിച്ചു. അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു, സ്വാമി എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം, ഞാൻ യാദവ പ്രകാശന്റെ അടുത്ത് ഗ്രാജുവേഷൻ ചെയ്ത ആളാണ്, എനിക്ക് ശിഷ്യത്വം വേണം. അപ്പൊ ഈ പെരിയ നമ്പി പറഞ്ഞു, ഓ കുഴപ്പമൊന്നുമില്ല, നാളെ മോർണിംഗ് ഒരു 5 മണിക്ക് എന്റെ വീട്ടിലെത്തിക്കോ, കുളിച്ച് ശുദ്ധമായി അവിടെ വന്നോളൂ, നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. രാമാനുജർക്ക് വളരെ ഭയങ്കര സന്തോഷം. അപ്പൊ രാമാനുജർ എന്ത് ചെയ്തു, അടുത്ത ദിവസം ബ്രഹ്മമുഹൂർത്തത്തില് ഉണർന്നു, മോർണിംഗ് 3:30 കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് ഫൈനായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ്. പണ്ട് ഈ കാറും ബസ്സും ഒന്നും ഇല്ലല്ലോ, അപ്പൊ നടന്നു പോകണം. മോർണിംഗ് 4 മണിക്ക് ഏത് ബസ്സാണ്, ഒന്നുമില്ല, 1000 കൊല്ലത്തിന് മുമ്പ്, ഇപ്പല്ല. സോ നടന്നു പോയിട്ട് നല്ല ദൂരം നടന്നു, ഒരു 7-8 കിലോമീറ്റർ ഉണ്ടാവും. നടന്നുപോയി പെരിയ നമ്പിയുടെ വീട്ടിന്റെ മുമ്പിൽ പോയി നിന്നു. ബെല്ലില്ല, കോളിംഗ് ബെല്ലില്ലാത്ത കാലമാണല്ലോ. അപ്പൊ പുറത്തുനിന്ന് വിളിച്ചു, സ്വാമി സ്വാമി എന്ന് വിളിച്ചു. അപ്പൊ പെരിയ നമ്പിയുടെ അവിടെ ഉള്ള ശിഷ്യന്മാരിൽ ഒരു സേവകന്മാരിൽ ഒരാള് അവരോട് പെരിയ നമ്പി പറഞ്ഞു, ആരാണ് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. പെരിയ നമ്പി കേൾക്കുന്നുണ്ട്, സ്വാമി എന്ന് രാമാനുജർ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ ആരാണ് പോയി ചോദിക്കുന്നത് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഗേറ്റ് അവിടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട്, ഗേറ്റുക്കും വീട്ടിലും കുറെ ഡിസ്റ്റൻസ് ഉണ്ട്, വന്ന് നിന്നിട്ട് ആരാ എന്ന് ചോദിച്ചു. ഇവിടുന്ന് ലോങ് ഡിസ്റ്റൻസ്, ആ ഗേറ്റിന്റെ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ രാമാനുജർ ഇവിടുന്ന് പറയണം. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു, ഞാൻ രാമാനുജൻ എന്ന് പറഞ്ഞു. അപ്പൊ പെരിയ നമ്പി ആ സേവകനോട് പറഞ്ഞു, അവനെ പോയിട്ട് നാളെ വരാൻ പറ. അപ്പൊ അവിടുന്ന് ആ സേവകൻ അവർ പറഞ്ഞു, ഇന്ന് പോയിട്ട് നാളെ വരാൻ പറഞ്ഞു, പോയിട്ട് വാ എന്ന് പറഞ്ഞു. രാമാനുജൻ വളരെ വിഷമമായി പോയി, അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അടുത്ത ദിവസം 5 മണിക്ക് കൃത്യം മോർണിംഗ് അത്രയും ദൂരം നടന്നു വന്നു. സെയിം കാര്യം, ആരാ എന്ന് ആ സേവകർ ചോദിക്കുന്നുണ്ട്. ഞാൻ രാമാനുജൻ, പോയിട്ട് നാളെ വരാൻ പറഞ്ഞു. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, ഒരാഴ്ചയായി. 10ാമത്തെ ദിവസം ഈ രാമാനുജൻ പൊട്ടിക്കരഞ്ഞു, എന്താ ചെയ്യേണ്ടത് ഭഗവാനെ, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ ഒരു ഗുരുക്ക് ഇത്ര പ്രോബ്ലം ഉണ്ടോ, ഞാൻ എന്താ തെറ്റ് ചെയ്തത് എന്ന് രാമാനുജർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയി പോയി. അപ്പോ ശ്രീരംഗ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലാണ് രാമാനുജർ പോയി ഭഗവാന്റെ സന്നിധിക്ക് മുമ്പ് നിന്ന്, ഞാൻ എന്താ തെറ്റ് ചെയ്തത് ഭഗവാനെ, ഞാൻ എന്താ തെറ്റ് ചെയ്തത് ഭഗവാനെ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു പോയിന്റ് സ്ട്രക്ക് ചെയ്തു. മൈൻഡിലെ ഒരു തോട്ട് പ്രോസസ്, ഒരു സ്ഫുരണം കിട്ടി. അയ്യോ, ഇതാണല്ലേ ഞാൻ ചെയ്ത തപ്പ്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമത് തോന്നായിക വേണം. ഭഗവാൻ ആൻസർ കൊടുത്തു. അടുത്ത ദിവസം ഫുൾ സന്തുഷ്ടനായിട്ട് അവിടെ 5 മണിക്ക് പോയി നിന്നു. സെയിം ക്വസ്റ്റ്യൻ, ആരാണത് എന്നുള്ള ചോദ്യം ആ സേവകൻ ചോദിച്ചപ്പോ ഞാൻ രാമാനുജനാണെന്ന് പറഞ്ഞില്ല, അടിയേൻ ദാസൻ രാമാനുജൻ വന്നിട്ടുണ്ട്. അകത്തെ വരാൻ പറ, ഇപ്പൊ തന്നെ അഷ്ടാക്ഷര മന്ത്ര ഉപദേശം ചെയ്യാം. അതാണ് ഈ സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഞാൻ എന്നുള്ള ഭാവം ഉള്ളവരെ ഏത് പാഠവും മനസ്സിലാവില്ല. ആധ്യാത്മികമായിട്ടുള്ള ഏത് ഇൻഫർമേഷനും തലയ്ക്കുള്ളിൽ കയറൂല.